SIR ജോലി സമ്മർദ്ദത്തിൽ കോട്ടയത്ത് BLO ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ ഇടപെട്ട് കോട്ടയം ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ. ആന്റണി മികച്ച BLO ആണെന്ന് വീഡിയോ കോളിലൂടെ സംസാരിച്ചെന്നും കളക്ടർ 24നോട് പറഞ്ഞു. BLOമാർക്ക് ആവശ്യത്തിന് വിശ്രമം അനുവദിക്കുമെന്നും കളക്ടർ പറയുന്നു. BLOമാരുടെ ഒരു പ്രോപ്പറായിട്ട് അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്യണം. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കണം. അദ്ദേഹം റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ റെസ്റ്റ് കൊടുക്കാം. അദ്ദേഹത്തെ കൂടുതൽ ഒരു മെയിൻ പവറിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം. തങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് വോളണ്ടിയർമാർ വരും, അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് ഓഫീസർ വരും. എല്ലാ BLOമാരും വളരെ ഭംഗിയായിട്ട് കോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ ഏകദേശം മോർ ദാൻ 1500 BLO ആണ്. കോട്ടയം മുണ്ടക്കയം സ്വദേശി ആന്റണിയാണ് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ ഗ്രൂപ്പിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. വിവരങ്ങളുമായി ടോബി ജോൺസ് ചേർന്നു. ടോബി, ഇതുപോലെ ഇറങ്ങാൻ വയ്യെന്ന് പറഞ്ഞ ഒരു BLOയോട് എന്ത് വയ്യില്ലെങ്കിലും ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ജോലി പോകും എന്ന ഒരു മേലുദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം അടക്കം ഈ ദിവസങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ റെസ്റ്റ് കിട്ടണമെങ്കിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കണം എന്ന അവസ്ഥയായോ ടോബി? അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു ആഷ്മി. എന്തായാലും ഈ വിഷയത്തിൽ ജില്ലാ കളക്ടർ കാര്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. രാവിലെ തന്നെ ആന്റണിയുമായി വീഡിയോ കോളിൽ അദ്ദേഹം സംസാരിച്ചു. ആന്റണി ഒരു മികച്ച BLO ആണ്. അതായത് കൃത്യമായി ഫോമുകൾ 100% ഫോമുകളും വിതരണം ചെയ്യുകയും അതിന്റെ തുടർ നടപടികളും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കളക്ടർ പറയുന്നത്. അതുകൊണ്ട് ഒരു മികച്ച ഒരു BLO ആണ്. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള റെസ്റ്റ്, അതുപോലെ തന്നെ കൂടുതൽ സഹായങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ, കൂടുതൽ ആളുകളെ വേണമെങ്കിൽ, അതുപോലെ തന്നെ മറ്റ് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ അടക്കമുള്ളവ വേണമെങ്കിൽ അത് ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിക്കും. എന്തായാലും ഇത് കോട്ടയം ജില്ലയിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് പറയുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഗ്രൂപ്പിലേക്ക് BLO ആന്റണി ഈ ഒരു മെസ്സേജ് ഇടുന്നത്. കാരണം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഒരു വശത്ത് നിന്ന് ഇത് കൃത്യമായി പൂരിപ്പിക്കാൻ സാധിക്കാതെ, സമർപ്പിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രഷർ, ഒപ്പം തന്നെ മുതിർന്ന അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വരുന്ന ഇത് കൃത്യമായി സബ്മിറ്റ് ചെയ്യാത്തതിനെ തുടർന്നുണ്ടാകുന്ന പ്രഷർ, ഇതെല്ലാം കൂടി ചേർന്നപ്പോഴാണ് ഈ ആന്റണിയുടെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വാക്ക് വന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വോയിസ് മെസ്സേജ് വന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ആന്റണി ഇക്കാര്യത്തിൽ, അതായത് മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കാമെന്ന് കളക്ടർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നൽകുമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് BLOമാർക്കും ഏതെങ്കിലും തരത്തിലുള്ള റെസ്റ്റോ മറ്റ് സൗകര്യങ്ങളോ എല്ലാം വേണമെങ്കിൽ അതെല്ലാം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഹാഷ്മി, ആന്റണി എന്നൊരാളുടെ ആത്മഹത്യ ഭീഷണി അല്ല, അങ്ങേയറ്റം ഗതികെട്ട് എന്ന നമ്മുടെ ഈ ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് പൊട്ടിത്തെറിക്കില്ലേ, ആ പൊട്ടിത്തെറിക്കുന്ന പോലെ ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു അത്. കളക്ടർ കേൾക്കുന്നു, അദ്ദേഹത്തെ വീഡിയോ കോൾ വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.